പഠന ചെലവ് കണ്ടെത്താൻ ക്യാമ്പസിനകത്തും പുറത്തും ഓട്ടോറിക്ഷ ഓടിച്ചു. ബാക്കി സമയം കഷ്ടപ്പെട്ട് പഠിച്ചു. അങ്ങനെ ഗവേഷണത്തിൽ ഉയർന്ന ഗ്രാൻഡായ JRF യോഗ്യത നേടി എല്ലാവരെയും ഞെട്ടിച്ചു. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ PG വിദ്യാർത്ഥിയായ കല്ലറ സ്വദേശി കഹാറിൻ്റെ അതിജീവനത്തിൻ്റെ കഥയിലേക്കാണ് ഈ കിടക്കുന്നത്. ആർക്കും അഭിമാനം തോന്നുന്ന ഒരു കഥയാണ്. കാര്യവട്ടം ക്യാമ്പസിലെത്തിയാൽ സവാരിക്ക് ഒരു ഓട്ടോറിക്ഷ കാണാം. സാധാരണ ഒരു ഓട്ടോറിക്ഷയല്ല ഇത്. പിന്നിൽ ഒരു അതിജീവനത്തിന്റെ വിജയഗാഥയുണ്ട്. ജീവിത ബുദ്ധിമുട്ടുകൾക്കിടയിൽ കുടുംബത്തെ നോക്കണം, പഠനം ഉപേക്ഷിക്കാനുമാകില്ല. അങ്ങനെ കഹാർ ഒരു വഴി കണ്ടെത്തി, പഠനത്തോടൊപ്പം ഓട്ടോറിക്ഷ ഓടിക്കൽ. അങ്ങനെ ഞാൻ വിചാരിച്ച് ഓട്ടോ വിറ്റാലോ എന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ച് ഓട്ടോ വിറ്റ് കഴിഞ്ഞാൽ എൻ്റെ പഠന ചിലവും ഹോസ്റ്റൽ ഫീസൊന്നും നടക്കത്തില്ല വിചാരിച്ചു. പിന്നെ ഓട്ടോ ആയിട്ട് കഴിഞ്ഞ് പോന്നു. അങ്ങനെ ആദ്യമൊക്കെ എനിക്ക് ക്ലച്ച് പിടിച്ചിട്ടില്ല, ഭയങ്കര പാടായിരുന്നു. കാരണം രണ്ടും കൂടെ ഭയങ്കര പാടായിരുന്നു. ഇവിടെ ഈ ടെക്നോ പാർക്ക്, പിന്നെ മേനംകുളത്ത് ഒരുപാട് സ്ഥാപനമുണ്ട്, യൂണിവേഴ്സിറ്റി, കോളേജ്, ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ള സ്ഥലമാണ് ഈ കിഴക്കൂട്ട ഏരിയ. അപ്പോൾ അതുകൊണ്ട് യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൺലൈൻ ആപ്പാണ് ഓടുന്നത്. അതാകുമ്പോൾ നമുക്ക് രാവിലേക്ക് നല്ല ഓട്ടം ഉണ്ടാകും. രാവിലെ 10 മണി വരെ. അപ്പോൾ രാവിലെ 8 മണി തൊട്ട് 10 മണി വരെ ഓടിയിട്ട് 10 മണിക്ക് ഒതുക്കും. എന്നിട്ട് 4 മണി വരെ ഇതിൻ്റെ ഇടയിൽ പഠിക്കും, ചോറ് തിന്നാൻ പോകും, നിസ്കരിക്കാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. 4 മണിക്ക് ശേഷം പിന്നെ ഇറങ്ങും ഓടും. ഒരു 10 മണി വരെ ഓടും. എന്നിട്ട് പിന്നെ ഇരുന്ന് പഠിക്കും. ഇസ്ലാമിക് ആൻഡ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് PG കഴിഞ്ഞ ശേഷവും കഹാർ പഠനം തുടർന്നു. അങ്ങനെ ഗവേഷണ യോഗ്യതയായ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് യോഗ്യത നേടി. ഞാൻ ഇനി വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പഴയ ഓട്ടോക്കാരനാവുമെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഐഡിയ പൂർവ്വം ഇവിടെ നെക്സ്റ്റ് ടൈമിൽ പുതിയൊരു MA ജോയിൻ ചെയ്തു. ആ MA പഠിക്കാനൊന്നുമല്ല, എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് എവിടെയും എത്താൻ വേണ്ടി. അങ്ങനെ ഞാൻ ഹോസ്റ്റൽ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഹോസ്റ്റൽ കിട്ടിയില്ല. ഹോസ്റ്റൽ കമ്മിറ്റി അങ്ങനെ തന്നില്ല. സെക്കൻഡ് MA ആയതുകൊണ്ട് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആദ്യം കുറച്ച് നാൾ പാടുപെട്ടു ഹോസ്റ്റലിൽ നിന്നില്ല. പിന്നെ ഞാൻ പുറത്ത് പേയിങ് ഗസ്റ്റായിട്ട് കയറി. അതിനുശേഷം ലൈബ്രറി ആക്സസ് ഉണ്ടല്ലോ, ഞാൻ അവിടെ സ്റ്റുഡൻ്റാണ്. അങ്ങനെ ഞാൻ ലൈബ്രറിയിൽ വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. 5 മാസം കൃത്യമായിട്ട് പഠിച്ചു. രാജ്യത്ത് തന്നെ ഇസ്ലാമിക് ആൻഡ് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ JRF നേടിയ ഏക OBC വിഭാഗത്തിലെ വിദ്യാർത്ഥി കൂടിയാണ് കഹാർ. അല്ല, JRF ഈ വിഷയത്തിൽ ഇൻ്റർനാഷണൽ ഏരിയ സ്റ്റഡി എന്ന് പറയുന്ന ഒരു വിഷയമാണിത്. ഈ വിഷയം മറ്റ് സബ്ജക്റ്റ് പോലെയല്ല, വളരെയധികം പരന്നു നിൽക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഇതിൽ മിഡിൽ ഈസ്റ്റ് വരുന്നുണ്ട്, നോർത്ത് ആഫ്രിക്കൻ വരുന്നുണ്ട്, യൂറോപ്യൻ സ്റ്റഡീസ്, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ സ്റ്റഡീസ്, ഇങ്ങനെ സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ്, അങ്ങനെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുള്ള റീജിയണൽ സ്റ്റഡീസ് ഉൾപ്പെടുന്ന ഒരു സബ്ജക്റ്റാണിത്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന വിവിധമായിട്ടുള്ള മേഖലകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു മേഖലയിൽ നിന്ന് നെറ്റ് JRF ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ശക്തമായ അധ്വാനത്തിൻ്റെ തന്നെ പിൻബലമാണെന്ന് തോന്നുന്നു. കേരളത്തിന് പുറത്ത് കേന്ദ്ര സർവകലാശാലകളിൽ ഗവേഷണം നടത്താനാണ് കഹാറിൻ്റെ ആലോചന. അടുത്ത റിസർച്ചിലേക്ക് പോകണം. ഞാൻ ആദ്യം ഇവിടെ കയറാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാറന്മാർ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞത് നമ്മൾ കേരളം വിടാനാണ് പറയുന്നത്. അപ്പം ഓട്ടോ ഉപേക്ഷിക്കുന്നത് കാര്യം പറയുമ്പോഴേ എനിക്കൊരു വിഷമമാണ്. കാരണം എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് ഈ ഓട്ടോയാണ്. ആ ഓട്ടോക്കാരൻ്റെ പേര് എൻ്റെ നിന്ന് പോകുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കതൊരു ഭയങ്കര ആഗ്രഹമാണ്. കഹാറിൻ്റെ ഈ ക്യാമ്പസ് ഓട്ടയ്ക്ക് ഇനി പരിധികളില്ലാതെ സഞ്ചരിക്കാം. ഗവേഷണത്തിൻ്റെ പുത്തൻ ലോകം കാണാം. ക്യാമറമാൻ ഷൈജു ചൗശ്ശേരിക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം.